ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിൻ ബീച്ചാണ് കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച്. 4 കിലോമീറ്റർ നീളത്തിൽ വാക്ക് വേ ഉൾപ്പെടെ സജ്ജമാക്കി കേരള ടൂറിസത്തിന്റെ ഹബ്ബായി മാറാൻ ഒരുങ്ങുകയാണ് ഇവിടം. പുതുവർഷത്തിൽ പുതുമോടി കൂട്ടാനിരിക്കുന്ന മുഴപ്പിലങ്ങാട്ടെ പുതിയ കാഴ്ച അതിമനോഹരമെന്ന് അർജുൻ പറയുന്നു. നമുക്കൊന്ന് പോയി നോക്കാം നമ്മുടെ കല്യാടിനൊപ്പം. എവിടെയാണെന്നല്ലേ, മറ്റെവിടെയോ അല്ല, നമ്മുടെ നാട്ടിൽ തന്നെയാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പൊതുവേ പറയാറുണ്ട്. നമ്മൾ കടൽ കാണാൻ നമ്മൾ ഗോവയിലേക്കും സിംഗപ്പൂരിലേക്കും ദുബായിലേക്കൊക്കെ പോകും. എന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ ലോക നിലവാരത്തിലുള്ള ഒരു ബീച്ചുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ നീളം കൂടിയ ഡ്രൈവിംഗ് ബീച്ച് കണ്ണൂർ മുഴപ്പിലങ്ങാട്. അവിടെയാണ് നമ്മളുള്ളത്. നമുക്ക് മുഴപ്പിലങ്ങാടിൻ്റെ വിശേഷങ്ങൾ കാണാം. കാഴ്ചയിൽ തന്നെ മുഴപ്പിലങ്ങാടിന് ലോക നിലവാരമാണ്. കിലോമീറ്ററുകളോളം നീണ്ട ബീച്ച്, വാഹനത്തിൽ നിന്ന് തന്നെ കടൽ ആസ്വദിക്കാൻ കഴിയുന്ന മനോഹരമായ തീരം. ഒറ്റ ഫ്രെയിമിൽ മുഴപ്പിലങ്ങാടിനെ പൂർണ്ണമായി ഉൾക്കൊള്ളിക്കാൻ ഇത്തിരി പ്രയാസമാണ്. ധർമ്മടം തുരുത്തും ബീച്ചും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുമൊക്കെ മുഴപ്പിലങ്ങാടിനെ കാഴ്ചയിൽ വ്യത്യസ്തമാക്കുന്നു. ലോക നിലവാരത്തിലാണ് മുഴപ്പിലങ്ങാട് വാക്വേയുടെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 3.5 കിലോമീറ്റർ ദൂരത്തേക്ക് തന്നെ ഈ വാക്വേ ഉണ്ട്. അതിനു പുറമെ കഫറ്റേരിയയുടെ പണിയുമൊക്കെ ഇതിനോടനുബന്ധമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. പുതുവർഷത്തിൽ പുതുമോടിയിൽ ഒരു പുതുവർഷ സമ്മാനമായി ജനങ്ങൾക്കിത് തുറന്നു നൽകാൻ വേണ്ടി കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഈയിടെ ഇവിടത്തേക്ക് എത്തിയ മുഹമ്മദ് റിയാസ് പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ജനങ്ങൾക്ക് അഭിമാനിക്കാം, ഇവിടത്തേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ആസ്വദിക്കാം. ദുബായിലും സിംഗപ്പൂരിലും കാണുന്ന ലോക നിലവാരത്തിലുള്ള വാക്വേ, ഒപ്പം തന്നെ കഫറ്റേരിയ, KTDCയുടെ 3 സ്റ്റാർ ഹോട്ടൽ, ധർമ്മടം മുഴപ്പിലങ്ങാട് ടൂറിസം വികസന പദ്ധതിയിൽ 233 കോടി രൂപയാണ് പദ്ധതിക്ക് വേണ്ടി ആകെ ചിലവഴിക്കുന്നത്. മഴയൊക്കെ പോയാൽ മാനം തെളിയും. മൺസൂൺ കാലം കഴിഞ്ഞാൽ മുഴപ്പിലങ്ങാട്ടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരിക്കും. വികസന പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയായാൽ ലോക നിലവാരത്തിലുള്ള ടൂറിസമാണ് കേരളത്തിലും സാധ്യമാവുക. മനോഹരമായ മുഴപ്പിലങ്ങാട് ബീച്ചിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപശ്ശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.